കെ രാധാകൃഷ്ണൻ എം പി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക് തത്സമയം. 17-18 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഒറ്റപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കനത്ത മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും രണ്ടും കൂടി വന്നു കഴിഞ്ഞപ്പോൾ റെസ്ക്യൂ പ്രവർത്തനത്തിനും ചില തടസ്സങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഏകോപിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൂടുതൽ പാർലമെന്റിൽ ഈ കാര്യം റൈസ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരും അഡ്ജൻ മോഷനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നേരത്തെ തന്നെ പാർലമെന്റിൽ പറഞ്ഞതാണ്. ഞാൻ തന്നെ നേരത്തെ നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന ഫ്ലഡിനെ നേരിടാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ഒരുക്കി തരണമെന്നും കുറേ അധികം ഗ്രാൻഡും അതുപോലെ തന്നെ എക്യുപ്മെൻസും എല്ലാം നമുക്ക് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കിട്ടിയിട്ടില്ല. അതിനോടുള്ള ഒരു സമീപനം, കേന്ദ്ര ഗവൺമെൻറ് സമീപനം എന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ, എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ വീണ്ടും കേന്ദ്ര ഗവൺമെൻറ്റിനോട് കൂടുതൽ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് പാർലമെൻറ്റിൽ സംയുക്തമായിട്ട് എല്ലാവരും ആവശ്യപ്പെടാൻ വേണ്ടിയാണ് തീരുമാനിക്കുന്നത്. കെ രാധാകൃഷ്ണൻ എം പിയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. നമുക്കറിയാം, ഇപ്പോഴും ഏതൊക്കെ മേഖലകളിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നു, ആരൊക്കെയാണ് സഹായം കാത്തുകിടക്കുന്നത്, ആരൊക്കെയാണ് രക്ഷാദൗത്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചു കിടക്കുന്നത്, എത്ര മനുഷ്യർ അവരുടെ ജീവനും കയ്യിൽ പിടിച്ച് രക്ഷയ്ക്കായി കാത്തു നിൽക്കുന്നു എന്നതിൻ്റെ കൃത്യമായ ഒരു കണക്കില്ല. ഏതായാലും കേരളത്തെ ആകെ ഉലച്ച ഒരു സംഭവമായി വയനാട്ടിലെ ഉരുൾപൊട്ടലും അതിനകത്ത് നിന്ന് വരുന്ന നടുക്കുന്ന ദൃശ്യങ്ങളും അതിലെ ഉയർന്നു വരുന്ന മരണസംഖ്യയൊക്കെ മാറുകയാണ്. 37 പേർ ഇതിനോടകം മരിച്ചിട്ടുണ്ട് എന്ന വിവരം സ്ഥിരീകരിക്കപ്പെടുന്നു ഏതാണ്ട്. അതോടൊപ്പം തന്നെ നിരവധി മൃതദേഹങ്ങൾ ഒഴുകി വരുന്നതായിട്ട് പലരും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് അകപ്പെട്ട് കിടക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയുള്ള ചിത്രമില്ല. എവിടെ തിരയണം, ഏത് മേഖലയിലാണ് ജീവൻ കയ്യിൽ പിടിച്ച് രക്ഷകാത്ത് അത്ര പേർ കിടക്കുന്നു എന്നത് സംബന്ധിച്ച് യാതൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എവിടെ തുടങ്ങണം, എവിടേക്ക് എത്തണം, എവിടെ അവസാനിപ്പിക്കണം ഈ രക്ഷാദൗത്യം എന്നറിയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മഹാദുരന്തമായി വയനാട്ടിലെ ഉരുൾപൊട്ടൽ മാറിയിരിക്കുന്നു. ആ ദുരന്ത ഭൂമിയായി മുണ്ടക്കൈ മാറിയിരിക്കുന്നു. അവിടെ സഹായം അഭ്യർത്ഥിച്ച് നിൽക്കുന്ന നിരവധി മനുഷ്യരെ നമുക്ക് കാണാം. ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിൽ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ സഹായം കാത്തുകിടക്കുന്ന നിരവധി പേരെ കാണാം. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ അങ്ങേയറ്റം കരളലിയിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ NDRFന്റെ സംഘങ്ങൾ, സൈന്യം, ഇവരൊക്കെ തന്നെ ഒരുമിച്ച് ചേർന്ന് രക്ഷാദൗത്യത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി സംഭവ സ്ഥലത്തുണ്ട്. പക്ഷേ പല സമയങ്ങളിലും യഥാവിധം ആ പ്രദേശങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യം കൂടി നിലനിൽക്കുന്നു.